നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഗ്രഹങ്ങളെക്കുറിച്ചും ഓരോ ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ചും ജ്യോതിഷ കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയണത്. തന്നെ എല്ലാ ദിവസവും ഞാൻ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും ചാനലിൽ പ്രോഗ്രാം ചെയ്ത് വരാറുണ്ട്. നിത്യജ്യോതിഷം. നിങ്ങൾക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു വരുന്നുണ്ട് നിത്യജ്യോതിഷം. അപ്പോൾ ഈ ചാനലിലൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ ശനി മാറ്റത്തെക്കുറിച്ച്, ശനി മാറാൻ പോവുകയാണ്, ഇന്ന് ശനി മാറ്റത്തെക്കുറിച്ച് പറയുകയാണ്. ശനി മാറ്റം എന്ന് പറയുമ്പോൾ ശനിക്ക് ഓരോ 30 വർഷത്തിലൊരിക്കൽ ഏഴര ശനിയായിട്ടും, അതുപോലെ 7.5 വർഷത്തിൽ 2.5 വർഷക്കാലം കണ്ടക ശനിയായിട്ടും, 30 വർഷത്തിൽ 2.5 വർഷക്കാലം അഷ്ടമശനിയായിട്ടും എല്ലാ മനുഷ്യർക്കും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ രാശിക്കാർക്ക് ശനിയുടെ മാറ്റം, അതായത് ശനി 2025 മാർച്ച് മാസം 30-ാം തീയതി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശനീശ്വരൻ്റെ മാറ്റം ഓരോ രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മുന്നേ കൂട്ടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് കർക്കിടക രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നോക്കാം. കർക്കിടക രാശിയിൽ ഉള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രാശി പറയുമ്പോൾ തന്നെ അറിയായിരിക്കും, നമ്മൾ നോക്കിയൊക്കെ അറിയായിരിക്കും. അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയവും ആയില്യവും, പൂയവും ആയില്യവും പൂർണ്ണമായിട്ടുണ്ട്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളാണ് ശരിക്കും കർക്കിടക രാശിയിലുള്ളത്. കർക്കിടക രാശിക്കാർക്ക് ഇപ്പോഴാവിട്ട് വ്യാഴം 11-ൽ നിൽക്കുകയാണ്. കുറച്ച് അനുകൂലപ്രദമായ സമയമാണ് എങ്കിൽ പോലും അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനി 8-ൽ നിൽക്കുകയാണ്. അഷ്ടമത്തിലെ ശനി, 8-ലെ ശനി കണ്ടകശനി പോലെ തന്നെ കുറേ ദോഷത്തെ കൊടുക്കുന്നത് തന്നെയാണ് അഷ്ടമശനിയും. കണ്ടകശനിയുടെ അത്ര ദോഷത്തെ കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അഷ്ടമത്തിലെ ശനിയും കഷ്ടനഷ്ടങ്ങളെ വരുത്തും, നഷ്ടം ഉണ്ടാക്കും, തടസ്സം ഉണ്ടാക്കും, പ്രധാനമായി ശാരീരിക ബുദ്ധിമുട്ട് വരുത്തും, പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ 2025 മാർച്ച് മാസം 30-ാം തീയതി നിങ്ങൾക്ക് അഷ്ടമശനി തീരും. ഇപ്പോൾ തീർന്ന് ശനി ഭാഗ്യസ്ഥാനത്തേക്ക് എത്തും. ഈ ശരിക്ക് പറഞ്ഞാൽ കർക്കിടക രാശിക്കാർക്ക് വളരെ അനുകൂലപ്രദമായ 2.5 വർഷമായിരിക്കും. ശനി എത്ര ദോഷസ്ഥാനത്ത് നിന്നാലും, ജാതകത്തിൽ നിന്നാലും നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഭാവമല്ല. ഭാഗ്യസ്ഥാനത്തേക്ക് ശനി വരികയാണ്. ശനിയുടെ ദോഷഭാവം കുറയാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു പോകുന്നതിനൊപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് ഓരോ പ്രോജക്റ്റുകൾ, ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശനിത മാറിത്തരികയാണ്. കഴിഞ്ഞ ഏകദേശം 5 വർഷക്കാലമായി നിന്ന ശനി, കണ്ടകശനിയും അഷ്ടമശനിയായിട്ട് നിന്ന ശനി നിങ്ങൾക്കിതാ തീരുകയാണ്. കുറച്ചുകൂടി നേട്ടഭാവത്തെ, നമ്മൾ റൂട്ട് അല്ലെങ്കിൽ നല്ല റോഡിലേക്ക് കയറുമ്പോൾ നമുക്ക് സ്പീഡിൽ പോവാം. നമ്മൾ റോഡ് ശരിക്കും ജീവിതയാത്രയിലെ ഓരോ വഴികളാണ്. ഈ കണ്ടകശനിയായിട്ടും അതുപോലെ നമ്മൾ ജീവിതയാത്രയിൽ ദശ വരുമെങ്കിൽ ദശകൾ വഴികളാണെങ്കിൽ പോലും ആ റോഡിൽ വരുന്ന ചെറിയ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് പോലെയാണ് ഈ കണ്ടകശനി, അതുപോലെ കഷ്ടകാലം കയറി വരണേ. അപ്പോൾ ഈ ശനി മാറി നിങ്ങൾക്ക് നല്ലതിലേക്ക് വരുന്ന കാലഘട്ടം നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ ദൗത്യം. അപ്പോൾ നല്ലത് വരാൻ പോവുകയാണ്. കണ്ടകശനിയും അഷ്ടമശനിയും തീർന്ന് 5 വർഷത്തെ ശനി മാറി നിങ്ങൾക്കിതാ നല്ലതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നേട്ടഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പുരോഗതി വരും, ചെയ്യുന്ന പ്രവൃത്തിയിൽ നേട്ടം ഉണ്ടാവും, ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് ഭാഗ്യവർദ്ധനവ് വരും.
ഇങ്ങനെയുള്ള ഐശ്വര്യ ഫലങ്ങൾ കുടുംബത്തിൽ നിന്ന് രോഗാതി ദുരിതങ്ങൾ ബാധിച്ച് കൊണ്ടിരിക്കുമെന്നാണ് അഷ്ടമത്തിലെ ശനി. ശാരീരിക ബുദ്ധിമുട്ടും കൂടി വരുത്തും. അതിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പുരോഗതിയിലേക്ക് പോകാൻ പോകുന്ന സമയത്തിലേക്ക് ഇതാ വരികയാണ്. ശനിയുടെ മാറ്റം നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. അതുകൊണ്ട് ഈ 2025 മാർച്ച് മാസം 30-ാം തീയതി വരെ നിങ്ങൾ അഷ്ടമശനി നിൽക്കുന്നത് കൊണ്ട് ശനിക്ക് പ്രീതി വരുത്തി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ലൈവ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചാനലിലൂടെ നിത്യജ്യോതിഷം ചെയ്യുന്നത് പോലെ തന്നെ ലൈവ് പ്രോഗ്രാമും ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പലരും നമ്മളെ വിളിച്ച് അയ്യോ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ലൈവ് പ്രോഗ്രാം അതാത് സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ പേർക്കും, എല്ലാ കർക്കിടക രാശിക്കാർക്കും നല്ല ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.